മകരവിളക്കിന് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര പുറപ്പെട്ടത്. രാജപ്രതിനിധി പൂർണ്ണദം നാരായണവർമ്മയാണ് തിരുവാഭരണ ഘോഷയാത്രയെ നയിക്കുന്നത്. ഗുരുസ്വാമി മരുതുമന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ 26 പേരും 4 സഹായികളും അടങ്ങുന്ന വാഹക സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റുന്നത്. രാത്രി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലും 13-ാം തീയതി ലാഹ സത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര താങ്ങും. 14-ന് വൈകിട്ട് 5 മണിക്ക് ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്ര 6:30-യോടെ സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടക്കും. അതേസമയം ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെയും മറ്റന്നാളും ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വിർച്വൽ ക്യൂ വഴി 35,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടൂ. മകരവിളക്ക് ദിവസമായ ബുധനാഴ്ച വിർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കും ദർശനത്തിന് അവസരമുണ്ടാകും.